അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു.
ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഷാലോമിൽ നിന്ന് 2 ഡോക്ടർമാരെ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ പ്രശ്നം അവർക്ക് മക്കളില്ലാതാണ് അവസ്ഥ. അപ്പം ഞാൻ അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് സാധാരണ ലെവലിൽ മക്കളെ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്ത സൂചനയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച് ഇത് വേറെ മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അതായത് IVF പോലെയുള്ള മാർഗ്ഗങ്ങൾ ഇവർ ചുമ്മാ പറഞ്ഞ അപ്പം തന്നെ ഇവർ എഴുന്നേറ്റ് എന്താ കാര്യത്തിൽ, അതായത് അവർ ഡോക്ടർമാരല്ലേ, അവർക്കറിയാവത്. അവരെ അങ്ങനെയുള്ള കൃത്രിമ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ദേ ആർ നോട്ട് റെഡി. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്ക് ബ്ലെസ്ഡ് ആയിരുന്നു അവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന 2 കുഞ്ഞുങ്ങളെക്കാളും അവർ പ്രാധാന്യം കൊടുത്തത് എന്താണ്, അവർ നിലനിൽക്കുന്ന ഒരു കൃപയുടെ സ്റ്റാറ്റസ് ഉണ്ട്. കൃപയുടെ സ്റ്റാറ്റസ് ഈ കൃപയുടെ സ്റ്റാറ്റസ് നിലനിൽക്കുന്നുള്ള കാലം ഇനിയിപ്പോൾ സ്വാഭാവിക മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ വലുത് അവിടെ കൃപയാണെന്നുള്ള ആന്തരിക ബോധ്യം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കൂടുതൽ മോശമായ ഒരു സങ്കടമൊന്നും അവർക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ വിശ്വാസവും ആത്മീയതയും കൊണ്ട് കൃപ നിറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ കൃപ അതിനേക്കാൾ വലിയ ഒരു അപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഒന്ന് വായിച്ചത് മർക്കോസ് 4:9. അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയുള്ള വരപ്രസാദമുള്ളവെന്ന് അർത്ഥം. കേൾക്കാൻ കൃപയുള്ളവനെന്നാണ് പറയണത്. ആ വചനം ബൈബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ കേൾക്കാൻ ചെവിയുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് എനിക്ക് 2 ചെവി ഉണ്ടല്ലോ, എനിക്ക് കേൾക്കുറവൊന്നുമില്ലല്ലോ, ഇങ്ങനെ അടിച്ചു നോക്കിയിട്ടുള്ള കാര്യമുണ്ട്, 2 ചെവി ഉണ്ട്. അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. കേൾക്കാൻ കൃപയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ചില കഠിന വചനങ്ങൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കൃപ വേണം. ഈ ഡോക്ടർമാർ ആ എക്സ്ട്രാ കൃപ നേടിയ ആൾക്കാരാണ്. അത് സുവിശേഷവിഹിതമായ ദൈവികമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് ദൈവം തങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് ഇവരെ എടുക്കുമ്പോഴാണ് എക്സ്ട്രാ കൃപ കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന ബൈബിൾ പറയണത്. കൂട്ടുവേലക്കാരെടുത്ത് 1 കൊരിന്തോസ് 3:9. 1 കൊരിന്തോസ് 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. അപ്പോൾ അതായത് ദൈവം പ്രവർത്തിക്കുന്ന ഇടമാണ് വയലും വീടും. മറ്റതെന്താണ്, ആ വയലിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ആ പ്രേക്ഷിതരെ ഉടമ്പടി എപ്പോഴും അന്വേഷിക്കുന്ന ഈ കൂട്ടുവേലക്കാരാണ്. കൂട്ടുവേലക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഠിന വചനങ്ങൾ കേൾക്കാൻ കൃപയുള്ളവരാണ് ആരാണ് ഈ കൂട്ടുവേലക്കാർ. അപ്പം നമ്മൾ മരിക്കണ മുമ്പ് ഈ കൂട്ടുവേലക്കാരുടെ സെക്ഷനിലേക്ക് മാറണം കേട്ടോ. ചില കഠിന വചനങ്ങൾ, ഇപ്പം എനിക്ക് ഈ രോഗമാണ്, ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഞാൻ കർത്താവിൻ്റെ വചനം വിശ്വസിച്ചും ആ വചനം അനുസരിച്ച് കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്ന് അർത്ഥം. ബൈബിളിൽ കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ടിൻ്റെ ഇയർ ഡ്രമ്മിൻ്റെ മെക്കാനിസത്തിലുള്ള കേൾവിയല്ല ഉദ്ദേശിക്കുന്നത്. കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നാണ്. അനുസരിക്കാൻ ചെവിയുള്ളവൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ എന്നാണ് ഈശോ പറയണത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം കഠിനമാണ്,
പക്ഷേ അനുസരിക്കാൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ. ഇപ്പം കഠിനവചനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് കൃപയാണ്. യോഹന്നാൻ 6:60 ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പം മക്കളില്ലാത്ത വേറെ ഡോക്ടർമാർക്കുണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു, ആർക്ക് കഴിയും? അവർ പോയി. ഇവർ പോകത്തില്ല. കാര്യം എന്താണ്? ഇവർ മക്കളേക്കാൾ വലുതാണ് അവർക്ക് കൃപ. അവർക്ക് കേൾക്കാനുള്ള കൃപയുണ്ട്, അനുസരിക്കാനുള്ള കൃപയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ അവിടെ നിന്നത്. അപ്പം അത് അങ്ങനെ നിൽക്കുന്നവരെയാണ് പറയണത് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് പറയണത്. എൻ്റെ മക്കളെ, ഈ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് കൃപ എന്ന് പറഞ്ഞ സംഭവം കൂട്ടുവേലക്കാർക്കാണ് കൊടുക്കണത്, കൂടുതലായിട്ട് കൊടുക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് വെച്ചാൽ ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു പോണവരാണ്. ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു. ചില ആൾക്കാർ ദൈവിക പദ്ധതികളോട് അവസാനം വരെ അൽപ്പെടുത്തി. ഇപ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴിടയ്ക്ക് ഞാൻ പറയണതാണ്, ഒരു 79 വയസ്സുള്ള ഒരു വല്യമ്മച്ചി ഞാനോട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ അമ്മ ഇപ്പോഴും ദൈവമായിട്ട് ഗുസ്തിയിലാണ്. എന്താണ്? കർത്താവ് എനിക്കൊരു മകനെ തന്നിട്ടെങ്കിൽ ഇപ്പം എന്നോളം ഉണ്ടായനോ എന്ന്. അതാണ് അവർ പറയണത്. അതിൻ്റെ അർത്ഥം അവർ അക്സെപ്റ്റ് ചെയ്തില്ലെന്നല്ല അർത്ഥം. അങ്ങനെയുള്ളവർക്ക് കൂട്ടുവേലക്കാരാകാൻ പറ്റത്തില്ല. കാര്യം എന്താ കാര്യം? അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് കൂട്ടുവേലക്കാരാൻ വലിയ പാടാണ്. കാര്യം അവർക്ക് ദൈവവചനം അറിയത്തില്ല. അതാണ് പ്രശ്നം. ദൈവവചനത്തിലുള്ള പ്രൊവിഷൻസ് അറിയത്തില്ല. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വിശുദ്ധീകരിക്കാൻ എളുപ്പമാണ്. എന്താ കാര്യത്തിൽ നമ്മൾ വചനത്തിലാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവിക പദ്ധതികളോട് സഹകരിച്ചാൽ മതി. ശരീരത്തിൽ കഠിനമായിരിക്കും, പക്ഷേ അതിൻ്റെ കൃപ നമുക്ക് തരും. അതിനുവേണ്ടിയുള്ളതാണ് കൃപയാണ്, അതിനുവേണ്ടിയുള്ള അലോട്ട്മെൻറ്റാണ് കൃപ. ആ വഴിക്ക് കിട്ടുമ്പോൾ ആ ഒരു കഠിനമായ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന കൃപ കൊണ്ട് വഴയുന്നതിനെ ചീരുന്നതിനെ. അതാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. 90% പരിശുദ്ധാത്മാവാണ്. ആദ്യമായി ഈ ആൾത്തരയിൽ എന്നെ കയറ്റി നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാനും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ പേര് സരോജിനി, എൻ്റെ സ്ഥലം ആലുവ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ രോഗസൗഖ്യം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ വന്നത് 2018 മെയ് മാസം 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ പോയത്. ഇവിടെ വന്നത് പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ മൈഗ്രെയിൻ തലവേദന. ഞാൻ 20 വയസ്സ് മുതൽ എനിക്കുണ്ടായ എൻ്റെ മൈഗ്രെയിൻ തലവേദന അമ്മ മാതാവ് ഇവിടെ കാലുകുത്തിയ നിമിഷം മുതൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. ഇന്ന് വരെ എനിക്ക് ആ വേദന പിന്നെ വന്നിട്ടില്ല. അതേപോലെ എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദന, അതും അമ്മ എടുത്തു മാറ്റി. അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. പിന്നെ 2022 പിന്നെ ഇവിടെ വന്നത്. അത് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു വീട്ടിൽ. അങ്ങനെ വന്ന് ഞാൻ പോയി. പിന്നെ 2024 ഏപ്രിൽ 16-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. പിന്നെ എനിക്ക് ഉണ്ടായ രോഗസൗഖ്യത്തെ പറ്റിയും എനിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റിയും പറയാനാണ് ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത്. എനിക്കുണ്ടായ സൗഖ്യം എന്ന് പറഞ്ഞത്, എൻ്റെ കഴുത്തിൽ സ്പോണ്ടലിസിസ് മൂലം ഞാൻ കോളറിട്ട് കുറച്ച് നാൾ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടിലൊരു മകൻ സെയിൽസ്മാനായിട്ട് വീട്ടിൽ വന്നത്. ആ മകൻ പറഞ്ഞു, അമ്മ എന്താ കോളറിട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കഴുത്ത് വേദനയായിട്ട് കോളറിട്ടേക്കണതാണ്, അതുകൊണ്ട് എനിക്ക് എണീറ്റ് നിൽക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റില്ല, മോനെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മകനെ പറഞ്ഞു, ആ സാരമില്ല അമ്മ അവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ ആ കസേരയിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞു, അമ്മ എനിക്കും ഇങ്ങനെ കഴുത്ത് വേദന ഉണ്ടായിട്ട് ഞാൻ കോളറിട്ട് നടന്നിട്ടുണ്ട്, അമ്മയുടെയും കഴുത്ത് വേദന മാറും, അമ്മ ധൈര്യമായിട്ടിരുന്നോന്നും പറഞ്ഞ മകൻ ഒന്നും മേടിച്ചില്ല, ഞാൻ നോക്കിയില്ല, എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. ഞാൻ അങ്ങനെ ആ മകൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉച്ച നേരത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മകൻ വന്നത്. 2023 ആ മകൻ വന്നത്.
അങ്ങനെ ആ മകൻ തിരിച്ചു പോയി കുറച്ചങ്ങ് വീണ്ടും ഞാൻ യൂട്യൂബ് ഓണാക്കി കൊണ്ട് അവിടെ ഇരിക്കുന്ന ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മകൻ നിന്നോടത്ത് നിന്ന് ഒരു 2-3 മണി കേൾക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എന്താ കേൾക്കണേന്ന് ഓർത്ത് ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. ആ മകൻ പോവുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് യൂട്യൂബ് ഓണാക്കി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന, ഇരിക്കാനും നിൽക്കാനും പറ്റണം. ഞാൻ വാവിട്ട് കരഞ്ഞു പോയി. മാതാവേ, ഇത് എന്താ ഇത്ര വേദന എന്ന് വിചാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അഴിച്ചു മാറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അഴിച്ചു മാറ്റാനാവോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, മകളെ നീ കോളർ അഴിച്ചു മാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ വേഗം, എനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ ആ കോളർ അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് മയങ്ങിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞ് യൂട്യൂബ് കേട്ടുകൊണ്ട് കിടന്നു. പക്ഷെ അത് കിടന്നുറങ്ങിപ്പോയി. പതുക്കെ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ കഴുത്ത് വേദനയിലൊന്നുമില്ല. നാളിതുവരെ എനിക്ക് ആ കഴുത്ത് വേദന പിന്നെ ഉണ്ടായിട്ടുമില്ല. അമ്മ മാതാവേ, എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മേ, ഈ സാക്ഷ്യം പറയാൻ വൈകിയതിന് എന്നോട് മാപ്പ് നൽകണേ മാതാവേ. അതിന് പിന്നെ എനിക്കുണ്ടായ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എനിക്ക് സൊസൈറ്റിയിൽ ഒരു 5 ലക്ഷം രൂപ ലോണുണ്ടായി. അപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ലോൺ അടയ്ക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അച്ഛൻ്റെ ടോക്കും ധ്യാനവും ഒക്കെ എപ്പോഴും കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു, സമയപരിധിക്കുള്ളിൽ നടക്കുന്ന അമ്മയല്ലേ, അമ്മയോട് സമയം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ മാസത്തിൽ ഞാൻ അമ്മയെ, എനിക്ക് ജൂലൈ 25-ാം തീയതിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ ലോണ് ഇളവ് ചെയ്തു തരാൻ അവർക്ക് മനസ്സുണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജൂലൈയിലും പൈസ അടച്ച് ഓഗസ്റ്റ് ചെന്ന് പൈസ അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അമ്മ ഇവിടെ പൈസ ആരാ അടച്ചേക്കണത്? 2 ലക്ഷം രൂപ ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അടച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ അമ്മ ആരാ അടച്ചേക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും അടയ്ക്കാനില്ല. അപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയുടെ കാശ് 2,43,000 രൂപ അമ്മ ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അത് അമ്മ മാതാവാണ്, വേറെ ആരും എനിക്ക് അടയ്ക്കാനില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു, നമുക്ക് ആരടയ്ക്കാനാ അമ്മയല്ലാതെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ആ ലോൺ അടച്ചു തീർത്തു. അതാണ് എൻ്റെ വലിയ സാക്ഷ്യം. ഇതിന് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യമാണ് പറയാനുള്ളത്. എൻ്റെ മകൻ്റെ വിവാഹം നടന്നിട്ടില്ല. 40 വയസ്സാവാറായി മകന്. പക്ഷേ ഞാൻ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ രൂപവും പേരുമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇവളോട് ഇത്ര നാൾ പറഞ്ഞിട്ട് ഇവൾ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഇനി ഈ കല്യാണം ഇനി ഇവക്കടെ കല്യാണം നടക്കും, ഇത്ര പ്രായമൊക്കെ ആയില്ലേ, എങ്ങനെ നടക്കും? മാതാവിനാൽ അത് സാധിക്കാത്ത കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമെങ്കിൽ അമ്മ തന്നെ നടത്തി തന്നെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മകൻ്റെ പ്രാർത്ഥന നിർത്തിയിട്ട് ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2025 അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈ മകളുടെ കല്യാണം നടക്കുന്നെങ്കിൽ 2025 ഉള്ളിൽ നടക്കണേ മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഒക്ടോബർ 26-ാം തീയതി ഇവിടെ നിന്ന് അമ്മയുടെ റാലിയിൽ പങ്കെടുത്ത് പോയതിൻ്റെ 3-ാം ദിവസം ഒക്ടോബർ 29-ാം തീയതി ഈ മകളുടെ കല്യാണം നടന്നു കിട്ടി. ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ കെട്ടിയത് ക്രിസ്ത്യൻ ചേട്ടനാണ്. ആ ചേട്ടൻ എല്ലാ സ്വർണവും കാശ് എല്ലാം കൊണ്ടുവന്നിട്ട് മകളെ ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചതിന് അമ്മയോട് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. 57 വയസ്സ് കഴിഞ്ഞു. ആ മകൾക്ക് വേണ്ടി അവൾക്ക് ഈ അനുഗ്രഹം നൽകി അവളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് മാതാവിന് തിരുക്കുമാന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. അമ്മയെ സാക്ഷ്യം പറയാൻ ഞാൻ വൈകിയതിന് അമ്മയോടും തിരുക്കുമാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞത് എന്നാലായത് ഞാൻ എല്ലാ മക്കൾക്ക് ഇടയ്ക്ക് റോട്ടിലിരിക്കുന്ന മക്കൾക്കൊക്കെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടേ കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ എല്ലാവരെയും സഹായിക്കും. ഞാൻ ഒരു ചെറിയ ഹോസ്പിറ്റലാണ് പോകുന്ന, ചെറിയ ജോലിയാണ് എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അവർക്ക് സഹായം ചെയ്തു കൊടുക്കും. പിന്നെ
ഒരു 9 അമ്മമാരുള്ള ഒരു തണൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി അവർക്ക് മിക്ക സമയത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവർ എന്നെ കാണുമ്പോൾ പറയും, മോള് പോകുമ്പോൾ ഞങ്ങൾക്ക് കൊന്തയും കാശുരൂപം മേടിച്ചു കൊണ്ട് വന്നുവെന്ന്. ഞാൻ 3 അമ്മമാർക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തു. അതിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. കഴിഞ്ഞ മാസം ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയി. ഞാൻ എന്നിട്ട് പിന്നെ വന്ന് ഞാൻ മേടിച്ചെൻ്റെ കയ്യിൽ വെച്ച് പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഈ മാസം കൊണ്ടുപോയി കൊടുക്കണം അവർക്ക്. അതേപോലെ ഞാൻ അവിടെ ഒരു ചിൽഡ്രൻ ശിശുഭവനുണ്ട്, അവിടെയും പോയി അവർക്ക് എന്നാലായതുപോലെ ഞാൻ അവർക്ക് സഹായം ചെയ്യും. പിന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ദിവസവും കാലത്തും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇന്നുവരെ മുടക്കിയിട്ടില്ല. ഉടമ്പടി പുതുക്കാൻ മുടങ്ങിപ്പോയാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലാൻ ഞാൻ മുടങ്ങാറില്ല. അതേപോലെ ബൈബിള് വായിക്കും, അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ വായിക്കും, ചിലപ്പോൾ 20 മിനിറ്റൊക്കെ വായിക്കാൻ സമയം കിട്ടുള്ളൂ, അത്രയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഞാനത് മുടക്കാറില്ല. പിന്നെ ദൈവത്തിന് നന്ദി. എൻ്റെ പേര് അമല റോസ്. എന്നെ കെട്ടിയ ചെറുക്കൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞാനല്ല കണ്ടത്, മറ്റൊരാൾ കണ്ടു. ഞങ്ങൾ ആ പറമ്പ് മുഴുവൻ അന്വേഷിച്ച് നടന്നു, കർത്താവിനെ കണ്ടില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്നൊരു തോന്നൽ വന്നു. 10ാം ക്ലാസ്സിൽ കല്യാണം വന്നു. പിന്നെ അധികമൊന്നും വന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തില്ല, പ്രാർത്ഥനയിലേക്ക് ചിന്തിച്ചു. അവസാനമായി കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഒരു കല്യാണാലോചന വന്നു ഫ്രാൻസിസായിട്ട്. അപ്പോൾ ഞാൻ വേണോ വേണ്ടതെന്ന് എനിക്ക് പ്രായം കഴിഞ്ഞ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, ചെറുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ എന്നാലും വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തീരുമാനമെടുത്തു, പോയി അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നു. സ്ത്രീധനം കൊടുക്കാനായിട്ട് അന്നേരം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിവരം പറഞ്ഞു, പെട്ടെന്ന് കല്യാണം നടത്താൻ സ്ത്രീധനം തരാനൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ട, എനിക്കൊരു പാവപ്പെട്ട പെണ്ണിനെ മതിയെന്നും പറഞ്ഞിട്ട് ബ്രോക്കറിനോട് പറഞ്ഞു. അപ്പം അങ്ങനെ ആലോചിച്ച് വന്നു, പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു. അപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്ക് ചേട്ടനെക്കുറിച്ചും ഒന്നും അറിയില്ലാത്ത അവസ്ഥയാണ്. എന്നാലും കർത്താവ് മാതാവും കൂടി അത് വേണ്ട വിധം ക്രമീകരിച്ചു. പിന്നെ സ്ത്രീധനമൊന്നും വാങ്ങാതെ തന്നെ ആഭരണം കൊണ്ടിട്ട് കെട്ടി കല്യാണം നടത്തുന്നതിനായ പൈസ എനിക്ക് ഇങ്ങോട്ട് തന്നു. അപ്പം എല്ലാ കാര്യങ്ങളും വീട്ടുകാരുമായിട്ട് ആലോചിച്ചെല്ലാം ഭംഗിയായിട്ട് നടന്നു. മാതാവ് തന്ന അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. ത്രിയേക ദൈവത്തിനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 143 10 വാക്യം. അങ്ങയുടെ ഹിതമനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സരോജിനി ആലുവ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ വാക്കിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും അതേ തുടർന്ന് ഉടമ്പടിയോടുകൂടെ ചേർന്ന് ജീവിച്ചപ്പോഴും ഉടമ്പടി ആയിരുന്നപ്പോൾ തൻ്റെ കഴുത്ത് സംബന്ധമായ വേദന അത് പൂർണ്ണമായിട്ടും ബെൽറ്റിട്ട് കൊണ്ട് നടക്കുകയായിരുന്നാൽ അറിയാത്ത ഒരു വ്യക്തിയുടെ സ്വീകരണം ഉണ്ടാകുകയും അതിനെ തുടർന്നാണെങ്കിലും തനിക്കൊരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ലഭിക്കുകയും തുടർന്ന് തനിക്ക് സിവിറുള്ള പെയിൻ വരികയും ചെയ്തപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടും അതിനോടായിരുന്നപ്പോഴത്തേക്ക് കഴുത്ത് സംബന്ധമായ സൗഖ്യം ലഭിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ഈ അമ്മയെക്കുറിച്ച് തന്നെയാണ് പറയുന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അത് അഴിച്ചു മാറ്റുകയും അതേ തുടർന്നാണെങ്കിലും തനിക്ക് പൂർണ്ണമായിട്ടും ആ കഴുത്ത് വേദന മാറുകയുണ്ടായി. കാരണം ഉറപ്പായിട്ടും ഉടമ്പടിയിലായിരുന്നത് കൊണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ അമ്മയ്ക്ക് പൂർണ്ണമായ രോഗസൗഖ്യം ലഭിക്കുക ചെയ്തത്. അതേ തുടർന്നാണെങ്കിലും തനിക്കുണ്ടായിരുന്ന 5 ലക്ഷം രൂപയുടെ ലോണാണെങ്കിലും അത് തനിക്ക് ഇളവ് ലഭിക്കുകയുണ്ടായത് തനിക്ക് ആരെന്നറിയാത്ത ഏതോ ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മ വഴി, അതായത് ഈ അമ്മയുടെ 2 ലക്ഷം രൂപയുള്ള കടങ്ങൾ അത് ഇളച്ചു കൊടുക്കുകയും പകുതി പണം അടക്കത്തക്ക രീതിയിൽ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും മാറ്റി പരിശുദ്ധ അനുഗ്രഹത്താൽ വലിയൊരു കൃപയോടുകൂടിയാണ് ഈ അമ്മയുടെ തൻ്റെ ലോണ് തീർത്ത കാര്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ മകൻ്റെ കല്യാണക്കാര്യമാണ് അമ്മ പ്രാർത്ഥിച്ചെങ്കിലും എന്നാൽ
തൻ്റെ ചേച്ചിയുടെ നടക്കാത്ത കല്യാണമാണ് ഈ അമ്മയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചെയ്ത്. 56-ാമത്തെ വയസ്സിലും ഈ ചേച്ചിയുടെ നിയോഗത്തിൽ ഒക്ടോബർ 26-ാം തീയതി അഖണ്ഡ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴുള്ള നിയോഗം ഇത് തന്നെയായിരുന്നു. എത്രയും വേഗം ചേച്ചിയുടെ കല്യാണം നടക്കണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടും 3 ദിവസത്തിനുള്ളിൽ എല്ലാവിധമായ സജ്ജീകരണങ്ങളോടും ഒരുക്കത്തോടും കൂടി കല്യാണം നടക്കുകയുണ്ടായി. അതുതന്നെയാണ് നമുക്ക് മുമ്പിൽ ഇവർ നൽകുന്ന പരിശുദ്ധ അമ്മയോടുള്ള വലിയ സാക്ഷ്യം തന്നെ. ഇനിയും മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന്. മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും പാപിയായ എന്നെ ഇവിടെ ഈ പുണ്യഭൂമിയിൽ സാക്ഷിയാക്കി നിർത്തിയതിന് അനേകമായിരം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സജി. ഞാൻ വെൺകുളം ഇടവക, നെയ്യാറ്റിൻകര രൂപതയിലെ വെൺകുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ മാസമാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ PD ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ആദ്യമുണ്ടായിരുന്ന സ്കൂളിൽ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാനായി വന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് മനസ്സിന് കുറച്ച് ഉന്മേഷം കിട്ടി. തുടർന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറും നൽകി അമ്മ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പുതിയ സ്കൂളിൽ വളരെ സന്തോഷത്തോടുകൂടെ വളരെ ദൈവാനുഭവത്തോടുകൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും സഹപ്രവർത്തകരുമായി കഴിയുന്നതിനും എനിക്ക് സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലി നിർവഹിച്ചു വരുന്നു. ഞാൻ 2003 ജൂലൈ മാസത്തിലാണ് സർവീസിൽ കയറുന്നത്. അന്ന് PSC പരീക്ഷ പാസ്സായി കയറിയെങ്കിലും കഴിഞ്ഞ 2025 സെപ്റ്റംബർ മാസം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി. കേറ്ററ്റ് പരീക്ഷ പാസ്സായാലേ നമുക്ക് സർവീസിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇല്ലെങ്കിൽ 2 വർഷത്തിനകം 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ടും VRS എടുത്ത് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പരീക്ഷ എഴുതുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. എനിക്കിപ്പോൾ 51 വയസ്സുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാപ്പുണ്ട്. ഞങ്ങൾ പരീക്ഷ നടത്തിക്കുന്നവരാണ്. കുട്ടികൾക്ക് പരീക്ഷ നടത്തിക്കുന്നു. അതുപോലെ തന്നെ PSC എക്സാമിനും ഇൻവിജിലേറ്ററായിട്ട് നിൽക്കാറുണ്ട്. എന്നാൽ സ്വന്തമായി പരീക്ഷ എഴുതുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട്, ഓർമ്മയിൽ നിൽക്കാൻ പ്രയാസം, അതുപോലെ തന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ക്രമപ്പെടുത്തി പരീക്ഷ എഴുതാനുള്ള പ്രാക്ടീസ് ഇല്ല. അപ്പോൾ എങ്ങനെ ഈ കേറ്ററ്റ് പരീക്ഷ ജയിക്കും എന്നറിയില്ല. ആദ്യമേ തന്നെ ആദ്യത്തെ ചാൻസ് തന്നെ ഒരു ചാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ അപ്ലൈ ചെയ്തു. ഈ 2 വർഷത്തിനകത്ത് ഞങ്ങൾ പാസ്സാകണമല്ലോ. ഞങ്ങളുടെ സ്കൂളിൽ വേറെയും കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ അതിന് തന്നെ രജിസ്റ്റർ ചെയ്തു. പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. സൈക്കോളജിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നാൽ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. എനിക്കും എൻ്റെ കൂടെ ഉള്ള ഒരു ടീച്ചറിനും കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് ഒരുമിച്ച് ക്ലാസ്സുകൾ നോക്കാനായിട്ട് സാധിച്ചു. അത്ര തന്നെ. അല്ലാതെ വീട്ടിൽ വന്നുള്ള പഠനമൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പരീക്ഷ ദിവസം അടുത്ത് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഫെബ്രുവരി മാസം 21-ാം തീയതിയായിരുന്നു പരീക്ഷ. അതിന് മുമ്പായിട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കും, കൈവയ്പ് ശുശ്രൂഷ കിട്ടും എന്ന് വിചാരിച്ചു. എന്നാൽ അന്ന് അച്ഛൻ ഉണ്ടായിരുന്നില്ല. പകരം കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ എനിക്ക് വചനങ്ങൾ പറഞ്ഞു തന്നു. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നമുക്ക് മധ്യേയുണ്ട്. ആ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു.
പരീക്ഷയുടെ ദിവസം ഒന്നും തന്നെ പഠിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ സാക്ഷ്യം കേൾക്കാമെന്ന് വിചാരിച്ചു. സാക്ഷ്യം കേൾക്കാനായിട്ട് യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതി കേറ്ററ്റ് പരീക്ഷ പാസ്സായ ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമേ എന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബ് എടുത്തപ്പോൾ തന്നെ കിട്ടിയത് തൃശ്ശൂരിൽ നിന്നുള്ള അലീന മരിയ എന്ന കുട്ടിയുടെ കേറ്ററ്റ് പാസ്സായ സാക്ഷ്യമാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എന്നെ ഈ പരീക്ഷയിൽ ജയിപ്പിക്കും എന്നുള്ളത്. അങ്ങനെ നേർച്ച വസ്തുക്കളെല്ലാം എടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് അതുപോലെ കാശ് രൂപം കൊണ്ട് കയറാൻ സമ്മതിക്കുമോ എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് വസ്ത്രത്തിൽ പിൻ ചെയ്ത് വെച്ച് അതുമായിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോയി. കയറുന്നതിന് മുൻപ് കുറച്ച് ഉപ്പ് കയ്യിൽ കരുതിയിരുന്നു. ഉടമ്പടി തൈലം കുരിശ് വരച്ച് പരീക്ഷാ ഹാളിലെത്തി. ഞാൻ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് എഴുതാനിരുന്നിടത്ത് കുറച്ച് ഉപ്പിട്ടു. അതുപോലെ തന്നെ OMR ഷീറ്റിലും ഉപ്പ് വിതറി പരീക്ഷ എഴുതി. അവസാനമായപ്പോൾ സമയം തികയുന്നില്ല. കുറേ അധികം ക്വസ്റ്റ്യൻസ് സയൻസിലെയും ഇംഗ്ലീഷിലെയും ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാൻ പോലും പറ്റിയില്ല. അതിനുള്ള സമയമില്ലായിരുന്നു. അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ കറുപ്പിച്ച് പ്രാർത്ഥിച്ച് OMR ഷീറ്റ് കൊടുത്തു. തിരിച്ച് വന്ന് യൂട്യൂബിലെ ആൻസറിൻ്റെ വീഡിയോകളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് നോക്കിയതേ ഉള്ളൂ, അങ്ങോട്ട് നോക്കാൻ തോന്നുന്നില്ല. കൂടുതലും തെറ്റായിരുന്നു. സൈക്കോളജിയാണ് ആദ്യം നോക്കിയത്. അപ്പോൾ സൈക്കോളജിക്ക് വളരെ കുറച്ച് മാർക്കേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് നോക്കാനേ തോന്നിയില്ല. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ 98 മാർക്ക് കിട്ടും എന്ന് മനസ്സിലായി. അത് അമ്മ മാതാവിൻ്റെ കൃപ. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ 103 മാർക്കുണ്ടായിരുന്നു നോക്കിയപ്പോൾ. എനിക്ക് റിസൾട്ട് വന്നപ്പോഴും കിട്ടിയത് 103 മാർക്ക് തന്നെയാണ്. ഇത്രയും വലിയ ഒരു മാർക്ക്, ഞങ്ങൾക്ക് 82 മാർക്ക് മതി. ഇത്രയും ഗ്യാപ്പിനിടയ്ക്ക് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എഴുതുന്ന പരീക്ഷയ്ക്ക് 103 മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ വിജയിപ്പിച്ചു, ഈശോനാഥനോട് അപേക്ഷിച്ച്. ഞാൻ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, കൃപാസനത്തിൽ വന്നിരുന്ന റിസൾട്ട് നോക്കും എന്ന്. അപ്പോൾ അതുപോലെ ഞാനും പ്രതീക്ഷിച്ചു. എന്നാൽ കൃപാസനത്തിൽ വന്ന ദിവസമൊന്നും റിസൾട്ട് വന്നില്ല. പകരം ഞാൻ റിസൾട്ട് വന്ന സമയത്ത് വേളാങ്കണ്ണിയിലായിരുന്നു. അവിടെ വെച്ച് റിസൾട്ട് അറിയാൻ സാധിച്ചു. വളരെ നല്ല വിജയം തന്ന് സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോനാഥനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനി എനിക്ക് കിട്ടിയ 1-2 രോഗസൗഖ്യങ്ങളാണ് പറയാനുള്ളത്. എനിക്ക് 30 വർഷത്തിലേറെയായി ഉണ്ടായിരുന്ന അലർജി രോഗം, അതായത് രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ, നിർത്താതെയുള്ള തുമ്മൽ, കുറേ കഴിഞ്ഞിട്ട് പിന്നെ ചില ദിവസങ്ങളിൽ അതങ്ങ് മാറും, പിന്നെ ചില ദിവസങ്ങളിൽ വീണ്ടും തുടരും. അത് പനിയും ശ്വാസം മുട്ട്, ടോൺസിലൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളിലോട്ട് മാറും. പിന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയാലേ അതിൽ നിന്ന് സൗഖ്യമാവുകയുള്ളൂ. ഹോമിയോ മരുന്ന്, അലോപ്പതി മരുന്നൊക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി, ഒരു രക്ഷയുമില്ലായിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ സുഖമാവും, അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെയായി അവസ്ഥ. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിച്ചു. ഇപ്പോൾ തണുപ്പായാലും ഏത് കാലാവസ്ഥയിലും കുഴപ്പമില്ല. പൊടിയോ എന്ത് തന്നെ വന്നാലും ഏത് ഭക്ഷണവും കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായ്പുണ്ണ് മറ്റൊരു പ്രശ്നമായിരുന്നു. എനിക്ക് ടീച്ചിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ് സംസാരിക്കുക എന്നുള്ളത്. ഒട്ടും തന്നെ അനക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരുപാട് ദിവസം വിഷമിച്ചിട്ടുണ്ട്. നാവിൽ പുണ്ണ് വരുമ്പോഴും അതുപോലെ തന്നെ കൂടെ അത് വരികയും ചെയ്യും. വന്നാൽ പിന്നെ ഒരാഴ്ചയിലധികം നിൽക്കും. അതിനും പല മരുന്നുകളും നോക്കിയെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. അവസാനം ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് അതും മാറിക്കിട്ടി. അതുപോലെ കാലിൽ 2 കാലിൻ്റെയും പാദത്തിൻ്റെ അടിവശത്ത് വിരലിനടുത്തായിട്ട് ഓരോ ആണി ഉണ്ടായിരുന്നു. അത് ഒരു 3-4 ദിവസം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചതേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല. നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നും രാവിലെ നേർച്ച ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കുന്നതോടൊപ്പം ഒരു തുള്ളി വായിലും ഇറ്റിക്കാറുണ്ട്. കാരണം എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം
മോചനം കിട്ടുന്നതിനായിട്ട്. പിന്നെ കണ്ണിലും ചെവിയിലും മൂക്കിലും എല്ലാം കുരിശ് വരച്ചുകൊണ്ടാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങാറുള്ളത്. നേർച്ച വസ്തുക്കൾ കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമാണ്. ഏത് ഗുളികയെക്കാളും മരുന്നിനേക്കാളും വളരെ എഫക്റ്റീവാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യാറുള്ളത്, ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടെ നിന്ന് എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ട് പോകാറുണ്ട്. 2 മലയാളവും 1 തമിഴും. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് റോഡിൻ്റെ ഒരു വശത്ത് തമിഴ്നാടാണ്. അപ്പോൾ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഉള്ള റോഡുകളിൽ കയറി ഓരോ വീടുകളിലായിട്ട് കയറി ഇറങ്ങി മലയാളം വേണമെന്നുള്ളവർക്ക് മലയാളം, തമിഴ് വേണമെന്നുള്ളവർക്ക് തമിഴ്, അങ്ങനെ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. സ്കൂളിലും കുട്ടികളുടെ വീടുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ കൃപാസനത്തെ പരിചയപ്പെടുത്താനും അവർക്കും പത്രം നൽകാനുമൊക്കെ സാധിക്കുന്നു. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയും പല ആൾക്കാരും വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. കുറേ പേരെ കൃപാസനത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോനാഥനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സജി KM നെയ്യാറ്റിൻകര തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാട്ട് സാധിക്കുക, പരിശുദ്ധ മാതാവ് അനുഗ്രഹിച്ച് കേറ്ററ്റ് എക്സാം പാസ്സാകുവാനായിട്ട് സാധിച്ചതാണ്. 2003 PD ടീച്ചറായിട്ട് സേവനം ചെയ്യുകയും ഇന്ന് 59 വയസ്സിലായിരിക്കുമ്പോൾ കേറ്ററ്റ് എക്സാം വേണമെന്നുള്ള നിർബന്ധം. എന്നാലേ ഇത്രയും വർഷം ഇങ്ങനെ എക്സാമിനറായിട്ട് ഇങ്ങനെ പോകുമെങ്കിലും ഒരു പരീക്ഷ എഴുതുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞുള്ളൊരു കാര്യം തന്നെയാണ്. വീണ്ടും പഠിക്കുകയും അതോടൊപ്പം തന്നെ കുറിച്ചുള്ള റിവിഷനൊക്കെ നടത്തുമ്പോൾ തികച്ചും ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള പൂർണ്ണമായൊരു ആശ്രയവും നേർച്ച വസ്തുക്കളോടൊക്കെ ചേർന്ന് കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് ഈ എക്സാം പാസ്സാകുവാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തു. കാരണം എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മാർക്കുകൾ കിട്ടാനായിട്ടും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവെന്ന രീതിയിലാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടൊരു നല്ല വിജയം നൽകി പരിശുദ്ധ അമ്മ സജിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. നമുക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്നും അതോടൊപ്പം തന്നെയാണെങ്കിലും അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യമാണെങ്കിലും 31 വർഷമായിട്ട് കൊണ്ടു നടന്നിരുന്ന അലർജി എന്ന അസുഖത്തെ അത് പൂർണ്ണമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടത് മാറ്റിയെടുക്കാനായിട്ടൊക്കെ സാധിച്ചത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഇനി മുമ്പോട്ടുള്ള ഈ ജീവിതത്തിൽ പരിശുദ്ധമായ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൽത്താരയിൽ ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃഷ്ണേന്ദു ഷാജു. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷി പറയാനാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും എൻ്റെ മാതാവിനോടും ഈശോപ്പച്ചനോടും എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുന്നു. എന്നും അമ്മയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്ന ഒരാഴ്ച മുമ്പ് എനിക്ക് വലിയൊരു സ്വപ്ന ദർശനമുണ്ടായി മാതാവിൻ്റെ. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ചില്ലിൻകൂട്ടിൽ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവ് പെട്ടെന്ന് അപ്രത്യക്ഷമായി ആകാശത്ത് മുഴുവനായിട്ടും മാതാവിൻ്റെ മുഖം മാത്രമായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് കണ്ടത്. അതായത് ആകാശം എത്രത്തോളം വലുതാണ് അത്രയും വലിയ മാതാവിൻ്റെ ഒരു രൂപമാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടിവെട്ട് വെട്ടിയിട്ടുള്ള ഒരു മുഖം പോലെ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അത്രയും പെട്ടെന്നൊരു സ്വപ്നത്തിൽ അത്രയും വലിയൊരു ദർശനം എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ആ ഒരു സ്വപ്ന ദർശനം ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. ഞാനത് ആ സ്വപ്ന മാതാവിൻ്റെ കണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മയെന്നും പറഞ്ഞ് എഴുന്നേറ്റു. അതായിരുന്നു എൻ്റെ ദർശനം.
അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്തോ മാതാവ് തരാനായിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 12/11/2024 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഇവിടെ ഞാൻ വന്നു, എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വേണം ഇവിടെ വന്നത്. ഞാൻ അങ്ങോട്ട് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് മുകളിൽ കയറി. അച്ഛൻ്റെ ടോക്ക്, ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്, ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അപ്പം ഞാൻ എൻ്റെ കരിയറിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നന്നായിട്ട് എഴുതി. എനിക്ക് അങ്ങനെ ആ കമ്പനിയിൽ കിട്ടണം, ഇന്ന സ്ഥലത്ത് ജോലി ലീഗൽ അഡ്വൈസറായിട്ട് കിട്ടണം, അങ്ങനെ ഓരോന്ന് എഴുതി. അങ്ങനെ എൻ്റെ 4ാമത്തെ നിയോഗം ഞാൻ വെച്ചത്, എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്നും നിലനിർത്തണേ എന്നായിരുന്നു. ഞാനത് എഴുതുമ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്ക് TV-യിൽ പറയണം, നിൻ്റെ വിശ്വാസം എന്നും നിലനിൽക്കുമെന്ന്. അപ്പം തന്നെ എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു അത്ഭുതം നടക്കുന്നുണ്ടെന്ന്. കാരണം അല്ലാണ്ട് ഞാൻ ആ 4ാമത്തെ നിയോഗം എഴുതുമ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്കും അതായിട്ട് ഒപ്പം പറഞ്ഞ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ അത്ഭുതങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ കിട്ടി. എൻ്റെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു അത്ഭുതം അതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി കഴിഞ്ഞ് എനിക്കൊരു 30 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോയി എല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു 19 പേരുണ്ടായിരുന്നു അവിടെ ഇൻ്റർവ്യൂവിന്. ഞാൻ മാത്രം എറണാകുളത്ത് നിന്ന്, ബാക്കി എല്ലാവരും പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ പല പല സ്ഥലത്തു നിന്നായിരുന്നു. അവരോടൊക്കെ ഇഷ്ടമാതിരി ചോദ്യങ്ങൾ അവർ ചോദിച്ചു ഇൻ്റർവ്യൂവിന്. അങ്ങനെ അവർ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പോയി. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിക്കുമായിരുന്നു എന്തൊക്കെ ചോദിച്ചു. അങ്ങനെ ഏറ്റവും അവസാനത്തെ എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് അവരെന്നോട് ഒന്നും ചോദിച്ചില്ല. എന്നോട് വീട് എവിടെയാണ് എല്ലാ കാര്യങ്ങളും മാത്രം ചോദിച്ചു. എന്നോട് മാത്രം അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ചേച്ചി എന്നോട് ചോദിച്ചു, എന്നോട് ഇവിടെ സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു എന്നോട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ആരുടെ കയ്യിൽ നിന്നും ഇവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ അവസാനത്തെ ഇൻ്റർവ്യൂ എൻ്റെ നടത്തി, എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്ന എനിക്ക് വേണ്ടി മാത്രം മാതാവ് ആ ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് വേണ്ടി മാതാവ് എന്നെ കയറ്റാൻ വേണ്ടി മാത്രമായി ഇൻ്റർവ്യൂ നടത്തി. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മാതാവ് എൻ്റെ കാത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് പല ബാങ്കിൽ നിന്നും ഒക്കെ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ 2-3 ബാങ്കിലും മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ, അങ്ങനെ അതിലൊക്കെ പാനലിലൊക്കെ എന്നെ ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു തിരക്കിലുള്ള വക്കീലായി ഞാൻ മാറി. അങ്ങനെ ഇപ്പം എനിക്ക് ഒരു അഹങ്കാരമായിട്ട് പറയേണ്ടതല്ല, മാതാവ് എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് കേട്ടു. ഞാൻ എല്ലാ ദിവസവും 3 മണിക്കും 5 മണിക്കും മുമ്പാണ്, ആ ഇടയിലാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണമൊക്കെ ജോസഫ് അച്ഛനെ എഴുതിയിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി. കാരണം സർവശക്തനായ പിതാവും മാതാവും തിരുകുമാരനും കൃപാസനമ്മയും ഉടമ്പടി മാതാവും യേശുവിൻ്റെ അമ്മയും അങ്ങനെ ഒരു നിരനിരയായിട്ട് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയണത്. കാരണം ഞാൻ എൻ്റെ ഒരു മാതാവിനോട് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എടുക്കാൻ നോക്കിയിരുന്നു. 2:30 ഇവിടെ ആ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഡിസംബർ 7-ാം തീയതി ആണെങ്കിലും എല്ലാ ദിവസവും 2:30 ആകുമ്പോഴും ചിലപ്പോൾ 2 മണി കഴിഞ്ഞ് 2:15 ആ സമയത്ത് ഞാനത് ഓർത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാറുണ്ട്. ചില ദിവസം 3 മണിയായിരിക്കും, എന്നാലും ഞാനത് ഒരു ദിവസം പോലും വിടാറില്ല. പ്രത്യേകിച്ചും ഞാനത് എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഡിസംബർ 7-ാം തീയതി 2:30 മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞങ്ങൾ ഡിസംബർ 7-ാം തീയതി കഴിഞ്ഞ കൊല്ലമൊക്കെ ഭക്ഷണം ഒന്നും കഴിക്കാതെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് 2:30 മണി കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് മാതാവിൻ്റെ ആ രൂപമൊക്കെ ഉള്ള കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അരമണിക്കൂറോളം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളം പോലും കുടിച്ചത്. അത്രയും ഞങ്ങൾ കടപ്പെട്ടവളായിരിക്കുന്നു. പിന്നെ ഈ ജീവിതം പോരാ ഈ നന്ദി പറയാനായിട്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ മോളുടെ കാര്യമാണ് ഉള്ളത്. മോൾ SSLC ആണ്. മോൾക്ക് അത്ര നന്നായിട്ട് അവൾ പഠിക്കുകയൊന്നുമില്ല. പക്ഷേ അവസാനത്തെ പരീക്ഷയുടെ സമയത്ത് ഞാൻ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ പരീക്ഷയ്ക്കും ഞാൻ ഉപവാസം എടുത്തിരുന്ന് മാതാവിൻ്റെ ആ പരീക്ഷയുടെ സമയത്തൊക്കെ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മോളാണെങ്കിലും ഉപ്പും എല്ലാ നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ട് എല്ലാ പിള്ളേർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും.
അങ്ങനെ തന്നെ മാതാവിൻ്റെ ഒരു സാക്ഷി ഒരു കുട്ടിയുടെ ഒരു സാക്ഷി ഞാൻ കേട്ടു. അവർക്ക് കിട്ടിയേക്കണത് മാതാവിൻ്റെ നമ്പറായ 6 അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കും നമ്പർ എത്രയാണെന്ന്. ആ നമ്പറും കൂട്ടി വന്നപ്പോൾ 6. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 6ൻ്റെ ഒരു ഇതായിരുന്നു, നിരന്തരമായിട്ടുള്ള ഒരു അനുഗ്രഹമായിരുന്നു. ഇവൾക്ക് മാർക്ക് കിട്ടിയപ്പോഴും 92% മാർക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ +1 അഡ്മിഷൻ കിട്ടിയതും ഒക്കെ 6. പക്ഷേ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു റിസൾട്ടായിരുന്നു 92% മാർക്ക് കിട്ടണം എന്നുള്ളത്. പിന്നെ എൻ്റെ മോൾക്ക് യൂട്രസിൽ സിസ്റ്റിൽ 2 ചെറിയ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാ നേരത്തെ ദിവസത്തേക്കും വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഒരു 5-6 മാസം കഴിയുമ്പോൾ ഫോളോ അപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ ഈ പ്രാർത്ഥന ഞാൻ നിയോഗം വെച്ച് എഴുതിയിരുന്നു. അങ്ങനെ 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടർ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സിസ്റ്റ് ഒന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ആ റിപ്പോർട്ട് അങ്ങോട്ട് വലിച്ചെറിയാണ് ചെയ്തത്. കാരണം അവർക്ക് ആ സിസ്റ്റം ഒന്നും കാണാത്തതുകൊണ്ട് അവർക്ക് ദേഷ്യമായി ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ആ രോഗമുക്തി കിട്ടിയെന്നുള്ളത്. പിന്നെ ഈ 2:30-ക്കാണ് 3 മണിക്കും 5 മണിക്കിടയിലാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാവുന്നത്. 4:30 വിട്ട് ഞാൻ ഒരിക്കലും ഇന്നേ വരെയും പോയിട്ടില്ല പ്രാർത്ഥന വെളുപ്പിന്. പ്രത്യേക പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു ദിവസം ഞാൻ എത്തിയപ്പോൾ 5:15 അപ്പോഴേക്കും മാതാവിൻ്റെ ബുക്ക് ആ സ്റ്റാൻഡിൽ, ഞാൻ ജനാലിൻ്റെ അവിടെയാണ് വെച്ച് പ്രാർത്ഥിക്കാറ്, ജനാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വീണ് കിടക്കുകയാണ് കണ്ടത്. അത് ഞാൻ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിന്നെയും 2 ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ 5:15 നോക്കുമ്പോഴും ബുക്ക് മാതാവിൻ്റെ താഴെ വീണ് കിടക്കണം. അപ്പോൾ എനിക്ക് 2-3 ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിന് ഞാൻ 3:30-ക്കും 4 മണിക്കൊക്കെ പ്രാർത്ഥിക്കണതാണ് ഇഷ്ടം, 5:15 പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഈ ബുക്ക് താഴെ വീഴരുത് മാതാവ്, ഞാൻ എന്തായാലും 5 മണിക്കുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. പക്ഷേ ചില സമയത്തൊക്കെ രാത്രിയൊക്കെ വൈകി കിടക്കുമ്പോൾ, അതുപോലെ തന്നെ മിഞ്ഞാവുന്ന ഞാൻ വൈകിയാണ് കിടന്നത്. അതുപോലെ 5:45 ഞാൻ എന്നിട്ട് അപ്പോഴേക്കും എന്നെ ധന്യെന്ന് എനിക്കൊരു പേര് കേട്ടു. അപ്പോഴേക്കും ഞാൻ വേഗം ചാടി എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സാക്ഷി പറയാനായിട്ടുള്ള, സാക്ഷിയാവാൻ മാതാവ് എന്നെ സാക്ഷിയാക്കി എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം അടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ നല്ല വ്രതമൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ മോളുടെ എക്സാമിനും ഞാൻ ഉപവാസം എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. സ്കൂളിൽ ടീച്ചർ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള വസ്തു മാത്രം ഉപേക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ഞങ്ങൾ എല്ലാ ഇഷ്ടമുള്ള വസ്തുക്കളും ഉപേക്ഷിച്ച് വെജ് മാത്രം കഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത്. പിന്നെ ഞാൻ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം പ്രാർത്ഥന എത്തിയിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ എത്രത്തോളം മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ചേർന്ന് നിൽക്കാനേ നോക്കിയിട്ടുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനാഥാലയത്തിലോട്ടൊക്കെ അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ റോട്ടിൽ ആരെങ്കിലുമൊക്കെ പത്രമൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ അവരോട് 5-6 എണ്ണം കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ അവരെന്നോട് പറയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണണേന്നുള്ളത്. പക്ഷേ ഞാൻ ചെയ്യേണ്ട തെറ്റാണ്, കാരണം അവർ കൊടുക്കേണ്ട പത്രം അവർ തന്നെ കൊടുക്കണം. പക്ഷേ എനിക്ക് മാതാവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പത്രം വാങ്ങിച്ച് ഞാൻ കൊടുക്കും. പിന്നെ ഇത് എത്രത്തോളം എനിക്ക് പത്രം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. എനിക്ക് കിട്ടണ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയൊരു തുക ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. കാരണം അത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഈ കൃപാസന പത്രം പ്രസിദ്ധീകരിക്കാൻ ഞാൻ കൊടുക്കും. അത് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തിന് എനിക്ക് നന്ദി പറയാനാണുള്ളത്. അനാഥാലയത്തിൽ പോയിട്ട് ഞാൻ അരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭിക്ഷക്കാർക്കാണ് കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 2 ആൾക്കാർക്ക് ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ ആ ഡ്രസ്സ് ഭിക്ഷ എടുക്കുന്ന ആളായതുകൊണ്ട് അവരത് വാങ്ങിച്ചു. പക്ഷെ അവരത് ഡ്രസ്സ് എടുത്ത് കണ്ടിട്ടില്ല ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ. പിന്നെ എനിക്കത് ചെയ്യാനല്ലേ പറ്റുള്ളൂ, പിന്നെ അവരെ ധരിപ്പിക്കാൻ എനിക്ക് പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ അവർക്ക് കൂടുതലും ഭിക്ഷക്കാർക്ക് ഞാൻ നല്ലോണം സഹായം ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. ഇവിടെ വരുമ്പോഴും ഞാൻ 2 പൊതി ചോറെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. കാരണം മാതാവിൻ്റെ മുന്നിലുള്ളവർക്ക് കൊടുത്തിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് സൗഖ്യപ്പെട്ടത്, എനിക്ക് മൈഗ്രെയിൻ ഭയങ്കര തലവേദനയായിരുന്നു. ഒരു 4-5 മണിക്കൂർ എനിക്ക് ആ തലവേദന മാറൂല, അങ്ങനെ ഒരു തലവേദനയായിരുന്നു. പക്ഷെ ആ തലവേദന എനിക്ക് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. ഈ ഉടമ്പടിയിലൂടെ അങ്ങനത്തെ ഒരു രോഗം ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ഒരു ദിവസം ഒരു തലവേദന വന്ന് കുറച്ച് നേരം നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു തലവേദന എൻ്റെ മാറിപ്പോയല്ലോ എന്ന്.
അങ്ങനെ എന്നും ഈ ജീവിതം പോരാ മാതാവിനോട് നന്ദി പറയാനായിട്ട്. എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുന്ന, എന്നും ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. എല്ലാത്തിനും അനുഗ്രഹത്തിനും നന്ദി മാതാവേ. ഈശോ അപ്പച്ചനും നന്ദി. 16-ാം സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ധന്യ ഷാജു എന്ന അഡ്വക്കേറ്റ് ധന്യ ഷാജു തൻ്റെ മകൾ കൃഷ്ണേന്ദുവിനോടൊപ്പം വന്നാണ് ഇവിടെ തൻ്റെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ അൾത്താരയിൽ പറയുകയുണ്ടായി, നമുക്ക് എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു തവണ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, ജാമ്യം നിൽക്കുന്ന ഒരാളാണ് അമ്മ. നമ്മുടെ ഈ ഏതൊരു ജീവിതാവസ്ഥയിലും നാം എത്തി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമെല്ലാം കുറവുകളുണ്ടെങ്കിൽ ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന അനുഭവം, സാമീപ്യവും അതുപോലെ തന്നെ സുഗന്ധ അഭിഷേകത്തിലൂടെയും സ്വപ്ന ദർശനത്തിലൂടെയും എല്ലാം കമ്മ്യൂണിക്കേഷൻ വഴിയായി ഈ മകളെ ഒരുപാട് പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് അടുപ്പിച്ചതിൻ്റെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അഡ്വക്കേറ്റ് തന്നെ ഇവിടെ ഏറ്റു പറഞ്ഞത്. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി, നമുക്കറിയാവുന്നതുപോലെ വളരെ എലൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എത്രമാത്രം ഉടമ്പടി വളരെ തറവായി പഠിച്ച് അതിൻ്റെ ഡൈനാമിസം, മെക്കാനിസം, അതുപോലെ ഇതിൻ്റെ അടിയൊഴുക്കുകളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഈ സഹോദരിയുടെ ഉടമ്പടിയിൽ വന്ന് ഒപ്പുവെക്കുന്നത്. ഇവിടേക്ക് അമ്മ തന്നെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണ്. കാരണം ഇവിടെ വരുന്നതിന് 2 ദിവസം മുമ്പാണ് വലിയ ആകാശത്തിൽ, വലിയ ബിഗ് സ്കൈ എന്ന് US പറയുന്നത് പോലെ വലിയ ആകാശത്തിൽ വലിയ രൂപത്തിലാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദർശനം, സ്വപ്ന ദർശനം ഈ മകൾക്കുണ്ടായത്. പരിശുദ്ധ അമ്മ ഇവിടെ ആകർഷിച്ചിട്ടാണ് എല്ലാ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ ഒരു ചെറിയ സങ്കടം, എനിക്കൊരു പ്രൊമോഷൻ തരണമേ എന്നുള്ള ആ പ്രാർത്ഥന 1 മാസത്തിനുള്ളിലാണ് പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ ആ ഒരു വലിയ സാധ്യത ഈ മകൾക്ക് ഉണ്ടായത് എന്നേറ്റു പറയുന്നു. അതിനുശേഷം വളരെയധികം ഇൻ്റർവ്യൂസും നല്ല നല്ല റെപ്യൂട്ടഡ് കമ്പനികളിൽ അഡ്വക്കേറ്റായി ജോലി ചെയ്യാനുള്ള സാധ്യതകളും ഈശോ തുറന്നു കൊടുത്തതായി ഈ മകളോട് ഏറ്റു പറയുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഒരുപാട് കാര്യങ്ങളാണ് ഈ മകൾ ചെയ്യുന്നത്. 2:30 സമയത്ത് എനിക്കെപ്പോഴും അമ്മയോട് ചേർന്നിരിക്കണം, അമ്മയുടെ പ്രാർത്ഥനകൾ ചെല്ലണം, അമ്മയോട് വിശ്വാസപ്രമാണം ചൊല്ലി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഫാമിലിയുടെ ഒരു ഫാമിലി മെമ്പറാണ് പരിശുദ്ധ അമ്മയുടെ ആഘോഷങ്ങൾ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മകളുടെ ആവശ്യങ്ങൾക്കായാലും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴായാലും വ്രതം ചെയ്ത് ഉപവസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഉപവാസ പ്രാർത്ഥനയോടെയാണ് മധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം നമുക്ക് വലിയ പ്രേരണ നൽകുന്നതാണ്. ഒരു അക്രൈസ്തവയായ മകൾ ഇവിടെ നിന്ന് ഏറ്റുപറയുന്നത് ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ എത്രമാത്രം ഈ മകളെ കൂട്ടിച്ചേർക്കുന്നു എന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും സാമീപ്യം നൽകുമ്പോൾ എത്രമാത്രം ആനന്ദമാണ് തനിക്കുണ്ടാകുന്നതെന്ന് ഏറ്റുപറയുകയുണ്ടായി. ഉടമ്പടി ദൈവത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വലിയ സുവിശേഷ പദ്ധതി കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പത്രം മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് വാങ്ങി എൻ്റെ ഒരു കൊതിയോടെയാണ് ഞാൻ ഈശോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പത്രം കൊടുക്കുന്നതെന്ന് നമ്മൾ പറയുന്നു. ഇവിടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യമില്ല. അമ്മ പറയുന്നത് പോലെ എനിക്ക് അമ്മ എല്ലാം തരുന്നതുകൊണ്ട് ഇനി എനിക്കൊന്നും ചോദിക്കേണ്ടി വരുന്നില്ല. ഇതൊരു ഉഭയകക്ഷി ബന്ധമായതുകൊണ്ട് ദൈവവുമായുള്ള ആത്മബന്ധം വളരേണ്ടത് ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്തുവിനെ കൈമാറുന്നതിന് വേണ്ടി ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൈമാറിക്കൊണ്ട് ജീവിക്കാനുള്ള ഇവരുടെ വലിയ വിളിക്കായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ സൗഖ്യത്തിനും നന്മകൾക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സജിനി ജോസ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ്, അത് എൻ്റെ മകൻ നിതിൻ ജോസ്. ഞങ്ങൾ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റുള്ള മണ്ണാർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞങ്ങളുടെ ഇടവക ചെങ്ങലേരി സേക്രഡ് ഹാർട്ട് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ അല്ല ആദ്യമായി ഉടമ്പടി എടുത്തത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മകനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അവന് കിട്ടിയ അനുഗ്രഹം അവൻ തന്നെ പറയും. എൻ്റെ പേര് നിതിൻ. 2023 മാർച്ച് ഏപ്രിലാണ് ഞാൻ +2 പാസ് ഔട്ടായത്. +2 കഴിഞ്ഞ് അബ്രോഡ് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം.
അങ്ങനെ 2024 ഫെബ്രുവരി ഇൻടേക്കിൽ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ഉള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ 2024 ഫെബ്രുവരി പ്രോസസ്സ് വളരെ തടസ്സങ്ങളുണ്ടാവുകയും എനിക്ക് ആ ഒരു ഇൻടേക്കിൽ പോകാൻ സാധിക്കാതെയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 2024 മമ്മിയുടെ ഫ്രണ്ട്സ് വഴി കൃപാസനത്തെക്കുറിച്ച് അറിയുകയും 2024 ഏപ്രിൽ 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ജൂലൈ ഇൻടേക്കിലോട്ടുള്ള പ്രോസസ്സുകൾ തടസ്സങ്ങളില്ലാതെ നിറവേറ്റുവാൻ പരിശുദ്ധ അമ്മയും ഈശോ മിശിഹായും എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ജൂലൈ 27-ാം തീയതി ഓസ്ട്രേലിയയിൽ എത്തുകയും അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി 3 സെമസ്റ്റർ കഴിഞ്ഞു. പരീക്ഷകളിലും എല്ലാത്തിലും ഈശോയും അമ്മയും എനിക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടാക്കി തന്നിട്ടില്ല. അതിന് ഈശോയോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എപ്പോഴും ഉപയോഗിക്കും. രാവിലെയും വൈകുന്നേരവും നെറ്റിയിൽ തൈലം തേച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്ത് വിഷമസന്ധിയിലും ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പരിശുദ്ധ അമ്മ എനിക്ക് ദർശനത്തിൽ വന്നു. ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന് ഒന്നും പോകാൻ ശരിയാകുന്നില്ല. 1 വർഷമായിട്ട് ഇവനൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മ ആകാശത്ത് പരിശുദ്ധ അമ്മയെ ഞാൻ കാണപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ എന്തായാലും ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന്. അത് പരിശുദ്ധ അമ്മ അവിടെ എത്തിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ ഞാൻ 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, കൊച്ചിന് എന്നാ ഉടമ്പടിയിൽ നിയോഗം വെക്കേണ്ടതെന്ന്. അവൻ പറഞ്ഞു, മമ്മി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപാവരം ലഭിക്കാനും നല്ലൊരു ജോലി കിട്ടാനും സഹായിക്കണമെന്ന് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ഈ 2 നിയോഗങ്ങളും എഴുതി. പരിശുദ്ധ അമ്മ ഇവനെ കൃപാസനത്തിൽ എത്തിക്കുകയും നല്ലൊരു ജോലി തടസ്സമുണ്ടായിരുന്ന നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 17 വർഷമായി ഇറ്റലിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ജോലിയില്ലാതെ കൊണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷന് എഴുതി കൊടുക്കുകയും ഞാൻ നോർത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെന്നെ 2 മാസം കൂടുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടും ഇരുന്നു. അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് UK പോകുവാനും അതിനുശേഷം ഇറ്റലിക്ക് വന്ന് ഒക്ടോബർ 23 എനിക്ക് ഡേറ്റ് അവർ തരികയും ചെയ്തു. ഞാൻ ഒക്ടോബർ 23 ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മേഡം എനിക്ക് പരിശുദ്ധ അമ്മ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയാണ് തോന്നിയത്. കാരണം ഞാൻ ആ മേഡത്തിൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പ് കുരിശ് വരച്ച് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടെന്ന് ഞാൻ മുറുകെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും പൊക്കോ, തിരിച്ച് ഏത് സമയത്ത് കയറി വരുന്നോ അന്നേരം മാത്രം നിങ്ങൾ ഞങ്ങളെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്താൽ മതിയെന്ന്. പക്ഷേ ഞാൻ നിയോഗത്തിനകത്ത് 1 ഇയറാണ് വെച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് 679 ദിവസമായിട്ട് അതെനിക്ക് ഉയർത്തി തന്നു. അതുപോലെ എൻ്റെ ജോലി, ഞാൻ നാട്ടിൽ വന്നിട്ട് 9 മാസമായി. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം. ഞാൻ അമ്മയോട് ചോദിച്ചു, പരിശുദ്ധ അമ്മേ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? എനിക്ക് ഇറ്റലിക്ക് ഒരു 3-4 മാസത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയുടെ അഭിപ്രായം എന്താ? പരിശുദ്ധ അമ്മ എനിക്ക് അടയാളങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ വിടുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ ഓഗസ്റ്റിൽ ഏത് ഡേറ്റിലാണ് പോകേണ്ടത്? അമ്മ എനിക്ക് 9 എന്ന അക്കം കാണിച്ചു തന്നു. പച്ചത്തിരിയിലാണ് കാണിച്ചു തന്നത്. അപ്പം എൻ്റെ ധാരണ ഞാൻ ഫ്ലൈറ്റ് എടുക്കേണ്ടത് 9-ാം തീയതി എന്നാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് 9-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയുടെ കരുണ എന്ന് പറഞ്ഞാൽ നല്ലൊരു കരുണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ പരിശുദ്ധ അമ്മ ഇത് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എനിക്ക് അറിയണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. പരിശുദ്ധ അമ്മ മഴവില്ലിലെ, ദർശനത്തിലെ, തിരിയിലെ, പച്ചത്തിരിയിലെ, നീലത്തിരിയിലെ എല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അറിയിക്കുന്നുണ്ട്. അത് ഇന്നലെയും കൂടി എനിക്ക് നീലത്തിരിയിൽ ഫ്ലവർ വന്നായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ മതി, അമ്മ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ തിരിയിൽ അമ്മയുടെ പ്രസൻസ് അന്നേരം അറിയിക്കും. എൻ്റെ ഹസ്ബൻഡിന് MRI സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് സ്പൈനൽ കോഡ് ബൾജിങ് ആയി, നെർവ് കംപ്രഷനായി, കാലുവേദന തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ദിവസം അവിടെ അഡ്മിറ്റ് ആകണമെന്ന്.
ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഹോസ്പിറ്റലിൽ പോരാൻ ഞങ്ങളുടെ കൂടെ ആരുമില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മാതാവ് തിരിയിൽ കാണിച്ചു തന്നു മാതാവിൻ്റെ രൂപം. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ ചെന്ന് 4-ാം ദിവസം എൻ്റെ ഹസ്ബൻഡിന് വെളുപ്പാങ്കാലത്ത് നട്ടല് ആരോ പിടിച്ചു കുലുക്കി ശരിക്കും ഇടുന്നത് പോലെ. അപ്പോൾ ഇതിനു മുന്നേ മരുന്ന് ചെയ്തിട്ടൊന്നും മാറിയില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ആ സ്പർശനം അവിടെ നടന്നപ്പോഴത്തേക്ക് ഇന്ന് ഈ നിമിഷം വരെ അവിടെ ഒരു വേദനയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴി വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസായി ഇടാറുണ്ട്. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനം ഞാൻ സ്റ്റാറ്റസായി ഇടാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, എനിക്ക് ഈ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാനൊരു തുക പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിത് തരുവാണെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്, എന്നിരുന്നാലും ഞങ്ങൾ പൊതിച്ചോറിന് ക്യാഷ് കൊടുക്കാറുണ്ട്. അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് ഞങ്ങൾ കെട്ടാറുണ്ട്. അത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പൊതിച്ചോറ് കെട്ടാൻ. മോനിപ്പോൾ ഇവിടെ ഇല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പൊതിച്ചോറ് കെട്ടുന്നത്. ഞങ്ങളവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേറെ ആൾക്കാർ ചോറ് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളതും വിതരണം ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ 4:30 എണീറ്റ് പ്രാർത്ഥനയും ബൈബിളും വായിച്ചതിന് ശേഷമാണ് 5:30 ഡെയിലി ബ്രെഡ് കൂടാറ്. അതുപോലെ 15 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ദിവസവും കഴിവിൻ്റെ പരമാവധി മുടക്കാതെ ഞങ്ങൾ വിശുദ്ധ കുർബാന കൂടാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചനും കോടാനുകൂടി നന്ദി പറയുന്നു. കുടുംബത്തിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥന ഞങ്ങളിപ്പോൾ മുടക്കാറില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. അതുപോലെ ബൈബിൾ വായനയും എല്ലാം ഉണ്ട്. ബൈബിൾ വായനയുണ്ട്, സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഒന്നും ഇടാതെ കൊണ്ട് കേൾക്കാറുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചത്തെ ഓടമ്പടി ധ്യാനം മിസ് ചെയ്യാറില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോ അപ്പച്ചനും അമ്മയ്ക്കും ഒരിക്കൽ കൂടി കോടാനുകൂടി നന്ദി പറയുന്നു. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 19-ാം വചനമാണ്. പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദിയും ഉണ്ടാക്കുന്ന ഒരു ദൈവം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതം മരുഭൂമി പോലെ വരേണ്ടതാവാം, വഴിയില്ലാത്തതും പ്രതീക്ഷയില്ലാത്തതുമായി തോന്നാം. പക്ഷെങ്കിൽ ഉടമ്പടിയിലൂടെ ദൈവം പറയുന്നത് ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു എന്നാണ്. മനുഷ്യന് അസാധ്യമായെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവം പുതിയ വഴികൾ തുറക്കുകയും അനുഗ്രഹത്തിൻ്റെ ഉറവുകൾ ഒഴുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ പരാജയങ്ങളാവാം, രോഗാവസ്ഥകളാവാം, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ നിരാശപ്പെടാം. ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ പഴയ വേദനകളിൽ തങ്ങി നിൽക്കാതെ ഉടമ്പടിയിൽ കൂടി ദൈവം ഒരുക്കുന്ന പുതിയ അവസരങ്ങൾ സ്വീകരിച്ച് പുതിയ വാതിലുകൾ തുറന്ന് ആത്മീയ പാതയിൽ പരിശുദ്ധ അമ്മയോട് കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഒരു പുതിയ ഉണർവ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് സജിനി ജോസ് എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായി ഈ കുടുംബത്തിൽ മകനാണ് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെപ്പറ്റി അറിയുകയും ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ആഗ്രഹത്തോടെ മകൻ വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. 1 വർഷത്തോളവും തടസ്സങ്ങൾ മാറുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള വിസിറ്റിംഗ് വിസ റെഡിയാവുകയും പിന്നീട് എല്ലാ കാര്യങ്ങളും ഈ മകൻ്റെ കാര്യത്തിൽ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടൽ, പുതിയ ഒരു വഴിയാണ് ഈ മകന് തുറന്നു കൊടുത്തത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് അങ്ങനെ മകൻ ഓസ്ട്രേലിയക്ക് പോയി. പിന്നീട് ഒരു ജോലിയുടെ കാര്യമാണ്, അത് നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജോലി നൽകി അവിടെ ഈ മകനെ അനുഗ്രഹിക്കുകയാണ്.
പിന്നീട് അമ്മ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. വന്നപ്പോഴും ഈ അമ്മയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. മകനോട് ചോദിച്ചപ്പോൾ എന്താണ് നിനക്ക് വേണ്ടി എഴുതേണ്ടതെന്ന്, മോൻ ഓസ്ട്രേലിയയിലാണ്, അപ്പോൾ മോൻ പറഞ്ഞത് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കൊച്ചുമക്കൾ ഉടമ്പടിയിലേക്ക് കാല് വെച്ച് ചുവട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹം പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയോട് നിയോഗം എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അങ്ങനെ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ഈ അമ്മയും വീണ്ടും ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാവാം ഒരുപക്ഷെ ഈ മകന് പെട്ടെന്ന് ഒരാഴ്ച ലീവ് കിട്ടുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയോട് ചേർന്ന് നിന്ന് ഇവിടെ വന്ന് തന്നെ പ്രാർത്ഥിക്കാൻ ചെയ്യുകയും സാധിച്ചത്. അങ്ങനെ ഉടമ്പടി പുതുക്കി മോൻ തിരിച്ചുപോയി ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. നഴ്സിംഗ് സ്റ്റഡിയും കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ 3rd സെമസ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതും എല്ലാ കാര്യങ്ങളിലും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉടമ്പടിയിലെ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും കൈവിടാതെ മുന്നോട്ട് നയിക്കുന്ന മക്കളെ പറ്റിയാണ് സാക്ഷി നാം കേട്ടത്. പിന്നീട് സ്വജനി തന്നെ അവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 17 വർഷത്തോളം ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ഈ മകൾക്ക് അൺഎംപ്ലോയ്ഡ് പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ അവിടെ ചെന്നപ്പോൾ, അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓഫീസിൽ പോയപ്പോഴൊക്കെ മാധവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു സോഫ്റ്റ് സ്പോക്കൺ ലേഡീനെ കാണുവാൻ സാധിക്കുകയും അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അതുതന്നെയുമല്ല, പിന്നീട് തിരിച്ചു വരികയും അവിടെ വീണ്ടും ഇറ്റലിയിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ 9 എന്ന നമ്പർ സായാഹ്ന പ്രാർത്ഥനയിൽ പച്ചതിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് 9 എന്ന അക്കം. ആ നമ്പർ അത്രയും പെട്ടെന്ന് തന്നെ ക്ലിയറായിട്ട് വന്നപ്പോൾ ഈ സഹോദരി വിചാരിച്ചത് 9-ാം തീയതി എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഇറ്റലിക്ക് പോവാൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ 9-ാം തീയതി ഫ്ലൈറ്റില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 9 എന്ന് അമ്മ നേരത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഡിസംബർ 7-ാം തീയതി 2004 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് വന്നത്. ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ മെസ്സേജുമായിട്ടാണ് വന്നത്. വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നേരിട്ട് മുന്നേ പറയുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ഈ മകളുടെ ജീവിതത്തിൽ മെഴുതിരിയിലൂടെ കാണിച്ചു കൊടുത്ത ആ ഡേറ്റ്, വരാൻ പോകുന്ന ആ നല്ല കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞു കൊടുത്തത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വഴികളാണ്. മഴവിലിൽ കൂടെയും മെഴുതിരിൽ കൂടെയും അമ്മയുടെ സാന്നിധ്യം, മകനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. അങ്ങനെയുള്ളൊരു ബോധ്യമാണ് ഈ മകൾക്കും കിട്ടിയത്. ഓഗസ്റ്റ് 9-ാം തീയതി തന്നെ 9 എന്ന ഡേറ്റ് മെഴുതിരിൽ കാണിച്ചത്. പിന്നീടാണ് ഈ മകൾക്ക് മനസ്സിലായത് 9-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യേണ്ട ഡേറ്റാണ് അമ്മ എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നതെന്ന്. അങ്ങനെ സന്തോഷത്തോടെ ഓഗസ്റ്റ് 9-ന് ജോലിക്ക് ജോയിൻ ചെയ്യുവാനായിട്ടുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ കുടുംബം അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. പിന്നീട് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ കാലുവേദന, അതായത് സ്പൈനൽ കോഡ് ബൾജിങ്ങും അതിൻ്റെ ഫലമായിട്ട് നെർവ് കമ്പൾഷനായി, പിന്നെ കാലിൻ്റെ വേദന വളരെ തീവ്രമായി കഠിനമായ വേദനയായിരുന്നു. 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ 4-ാം ദിവസം അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അമ്മ തന്നെ അമ്മയുടെ പ്രസൻസ് അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് രാവിലെ മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അന്ന് രാത്രിയിൽ 4-ാം ദിവസം രാത്രിയിൽ ആരോ പിടിച്ചു കുലുക്കുന്നത് പോലെ ഈ സഹോദരന് ഫീൽ ചെയ്യുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ വേദനയില്ല. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയാലാണ് ആ രോഗസൗഖ്യം ലഭിച്ചു എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ മഴവില്ലിൻ്റെ രൂപത്തിൽ മെഴുകുതിരിയിൽ മറ്റുള്ളവരിൽ കൂടിയ ഏത് രീതിയിൽ നമ്മൾ എപ്പം ചോദിച്ചാലും അമ്മ എൻ്റെ കൂടെ ഉണ്ടോ, അമ്മ വരുന്നുണ്ടോ കൂടെ, ഓരോ ദർശനത്തിൽ കൂടെ അമ്മ തന്നെ ദർശനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രസൻസിൽ കൂടെ മെഴുകുതിരിയിൽ കൂടെ എല്ലാം അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വചനം പറഞ്ഞ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കേട്ട വചനവും അത് തന്നെയാണ്. പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കാൻ നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ്. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ കൂടി ചേർന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികൾ ദൈവം പുത്തൻ വഴികൾ തുറക്കുവാനും നമ്മുടെ വരണ്ട ഹൃദയത്തിൽ അവിടുത്തെ കൃപയുടെ നദികൾ ഒഴുക്കി
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സജിനി ജോസിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനകോടി നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് റോമിയോ ലോറൻസ്. ഞാൻ പറവൂരിൽ നിന്ന് വരുന്ന കൂട്ടുകാട് ഇടവക. ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മൊബൈലുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല ഞാൻ. എന്നുവെച്ചാൽ മൊബൈലിൽ കൂടുതൽ കളിക്കുവാനുള്ളൊരു ബന്ധമില്ല. യാദൃശ്ചികമായിട്ടാണ് എൻ്റെ കയ്യിൽ മൊബൈൽ യൂട്യൂബ് ഓണാവുന്നത്. അപ്പോൾ അന്നേരം ഞാൻ കാണുന്നൊരു ദൃശ്യം എന്ന് പറഞ്ഞാൽ നായിക്കുമ്പുറം അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാൻ അപ്പോഴും എൻ്റെ മനസ്സിലൊന്ന് അച്ഛനെ ഒന്ന് കാണണമല്ലോ. ഇതിന് മുമ്പ് ഞാൻ അച്ഛനെ കാണാൻ ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇവിടെ വരുന്നത്. അച്ഛനിവിടെ കൃപാസനത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആ മാതാവിനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഉടമ്പടിയിൽ ലൈൻ നിൽക്കുന്നു. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് ശരിക്കും സത്യം പറയാൻ അറിയണ്ടായില്ല. അങ്ങനെ ശരി ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് കൗണ്ടറിൽ വന്നു, ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഈ രണ്ട് കൈയും വണ്ടി ഒരു 10 മിനിറ്റ് കൂടുതൽ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഡ്രൈവ് ചെയ്താൽ എനിക്ക് രണ്ട് കൈയും മിക്കവാറും പെരുക്കും. ഈ 10 മിനിറ്റിന് മുമ്പായിട്ട് തന്നെ വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കും. കൈയുടെ പെരുപ്പ് മാറിയതിനു ശേഷമായിരിക്കും വീണ്ടും വണ്ടി കൊണ്ടുപോവുക. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. രണ്ട് മുട്ടുകാലിനും പേരുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇത് രണ്ട് പ്രശ്നമാണുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകുമ്പോഴെനിക്ക് റെയിലിൽ പിടിച്ച് കയറാതെ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. ഒരു കണക്കിന് റെയിൽ പിടിച്ച് മേളിൽ കയറിയത്. റെയിലിൽ പിടിച്ച് മേളിൽ കയറി ഉടമ്പടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ആ നിമിഷം ആ ഒരു നിമിഷം തന്നെ ഈ കാലിൻ്റെ പെയിൻ മാറിക്കിട്ടി. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ഒരു കണക്കിന് ഇവിടുന്ന് പോയാൽ മതി എന്നായി. എന്നുവെച്ചാൽ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. സ്മോക്കർ എന്നാണ് ആൾക്കാർ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അങ്ങനെ സിഗരറ്റ് വലിക്കണമല്ലോ. പെട്ടെന്ന് എങ്ങനെയാലും ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. ഇവിടുന്ന് ഞാൻ ഇറങ്ങി പുറത്ത് ചെന്നിട്ടെങ്കിലും വണ്ടി എടുത്ത് കഴിഞ്ഞ് സിഗരറ്റ് മേടിക്കാനായിട്ട് ചെന്നിട്ട് മനസ്സ് മടിച്ചേ സിഗരറ്റ് വേണ്ട, സിഗരറ്റ് വലിച്ചില്ല, വണ്ടി വിട്ടുപോയി. അത്രയും ദൂരം ഓടിയിട്ട് എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായി ഇതെന്താണ്ട് പ്രശ്നമാണ്. കൈയുടെ പ്രശ്നം ഇത് മാറി കിട്ടി. കാലിനത് മാറി, കൈയുടേത് മാറി. അങ്ങനെ ഈ രണ്ട് സംഭവം മാറി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉടമ്പടിയിൽ റെഗുലർ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂ ചെയ്ത് ഇന്ന് വരെ ഈ നിമിഷം വരെയും ഉടമ്പടിയിൽ യാതൊരു പാഴ്ചകളും ദൈവം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചിട്ടില്ല. ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഉടമ്പടിയിൽ ഇന്നിവിടം വരെ വന്നെത്തി ഞാൻ. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു കൃപയാണ് ഏറ്റവും വലുത്. പിന്നെന്ന് പറഞ്ഞാൽ യാദൃശ്യമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ അച്ഛൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരു ബ്ലൂടൂത്ത് മേടിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ അത് സംഭവം കേടായിപ്പോയി. കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് കേടാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മറ്റൊരു സംഭവം പെട്ടെന്ന് ഓടി വന്നു. അച്ഛനും എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ അച്ഛന് മാതാവ് വചനം കാണിച്ചു കൊടുത്തില്ല, വചനം പറഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ടാണ് അൾത്താരയിൽ കയറാൻ ലേറ്റ് ആവുന്നത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അതിന് സ്റ്റഡലിയാണ് ആൻസർ കൊടുത്തത്. പിന്നെ അച്ഛനും ബൈബിൾ നോക്കി വചനം വായിച്ചാൽ പോരായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി ഒരു ഡേഞ്ചറാണ്. കട്ടിങ് മെഷീനിൽ ഗ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനായിരുന്നു. പെട്ടെന്ന് ഈ എൻ്റെ അടുത്ത കയ്യിൽ 2 ഫിംഗറിലും ഈ കട്ടിങ് വീലോടി ഞാൻ കയറി, കൈ 2 മുറിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മുട്ടുകാൽ ഉന്തുകാലിലാണ് ഇരുന്നത്. ആ ഒരു കാലിന് റൈറ്റ് ലെഗിൽ ബാക്ക് സൈഡിൽ ഈ വലിപ്പത്തിൽ അങ്ങ് വീർത്ത് കാലങ്ങ്. ഞാൻ മനസ്സിൽ ഇത് എന്തുകൊണ്ട് പണിയായല്ല. മാതാവിനോട് 100 വട്ടം ഞാൻ മാപ്പ് പറഞ്ഞു. ആ സെക്കൻഡ് തന്നെ ഞാൻ ഈ റാലി കഴിഞ്ഞ് പോയതായി, ലാസ്റ്റിലെ റാലി കഴിഞ്ഞ് പോയതിന് ശേഷം ഉണ്ടായ സംഭവം എന്നെ കാണിച്ചത്. അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ മാതാവിനോട് മാപ്പ് പറഞ്ഞിട്ടും മാറുന്നില്ല. അച്ഛനെ വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ കാണാനും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാനത് മാതാവിനോട് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ദിവസം ഈശോയെ കാണുന്നത്. ഈശോയുടെ കുരിശിൻ്റെ വീട്ടിലൊരു കുരിശുരൂപമുണ്ട്. കുരിശുരൂപത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഈശോയെ കാണുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുക കണ്ണൊക്കെ തിരുമ്പി നോക്കിയിട്ടൊന്നും ഇല്ല, അച്ഛനോ അവിടെ ഉണ്ട്. ഈശോയായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഒരു അച്ഛൻ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ജോസഫ് പിന്നെ അത് അറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുത്തതിൻ്റെ ബാക്കി കൊണ്ടുപോയിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പത്രമായിട്ട് ഇറങ്ങിയത്. പക്ഷേ അവിടെ നിന്ന് തന്നെ വഴി ഹോസ്പിറ്റലിൽ ഇന്നുവരെയും പോകാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകാൻ എന്തോ അനുവദിക്കാത്തേ ആയിരിക്കാം, അറിയത്തില്ല.
അപ്പോൾ ഞാൻ വീടുകളിൽ തന്നെ പോവുകയാണ്, വീടുകളിൽ രോഗികളെയും കാണുന്നത് വീടുകളിൽ പോയി തന്നെയാണ്. അപ്പോഴെന്നെ വഴി മാറ്റി വിട്ടിരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വഴി തെറ്റിപ്പോയി, ഹോസ്പിറ്റലിൽ പോയ റൂട്ട് മാറിപ്പോയി. അവിടെ ചെന്ന് പെട്ടത് ഒരു നമ്മുടെ എന്താ പറയുക, ഒരു അകത്തോട്ടുള്ള പോക്കറ്റ് റോഡുകളാണ് കംപ്ലീറ്റും. അവിടെ ചെന്ന് ആ വീടുകളിലൊക്കെ ഇങ്ങനെ കൊടുത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോഴീ ഉടുപ്പൊന്നും ഇല്ലാത്ത സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു സിസ്റ്റർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് ആൾ ബാത്റൂമിൽ വീണിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുള്ളിക്കാരോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരി കൃപാസനത്തെ പറ്റി കേട്ടിട്ടില്ല. വർഷങ്ങളോളം അവർ ഈ ഉടുപ്പിലും ജോലി ചെയ്തിട്ട് അവർ തലയ്ക്ക് ഹെഡിൽ എന്തോ പെയിനായിട്ട് അവർ അങ്ങനെ കിടപ്പലാണ്. അപ്പോൾ ഞാൻ പത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞ്, ഞാനിത് സംഭവം ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അന്നേരം പറഞ്ഞത്, മോനെ അത് അച്ഛനൊന്നുമല്ല, അത് ഈ തമ്പുരാൻ കർത്താവാണ്, നിൻ്റെ മുന്നിൽ വിട്ടിട്ട് നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറയും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ആലോചിക്കാതില്ല, അച്ഛന്മാരങ്ങനെ മുടി വളർത്തി കണ്ടിട്ടില്ലല്ലോ. ഇത് ഈശോ ഇത്രയൊക്കെ മൂടിയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് ഈശോ തന്നെയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കിടക്കും, ഒരു 10 മിനിറ്റ് അവിടെ തന്നെ കിടക്കും. അതേപോലെ ഒരു ദിവസം ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ചയിൽ അതേപോലെ തന്നെ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് വീട്ടിൽ പെണ്ണുപിള്ള ചായ ഇട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എഴുന്നേക്കാലൊന്ന് വെച്ച് അവിടെ കിടന്നു. അപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ നീലാകാശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഓസ്തി ഇറങ്ങി വരുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് കിടക്കുമ്പോഴും വീട്ടുകാർ വന്നിട്ട് വിളിച്ച് ചായ കുടിക്കാൻ പോകാൻ പള്ളിയിൽ പോകാൻ സമയമായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ അച്ഛനോട് എന്നെ 100 വട്ടം മാപ്പ്, അച്ഛനോട് മാതാവിനോട് 100 വട്ടം മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ കാലിൽ നിന്ന് ഈ സംഭവം മാറി കിട്ടിയത്. അത് തന്നെയല്ല, ഞാൻ രോഗികളുടെ അടുത്ത് പോകുന്ന സമയത്ത് മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒന്നിൽ ഞാൻ കൃപാസന ആൾത്താരെ മിക്കവാറും കാണുക, കണ്ണടിച്ച് കഴിഞ്ഞാൽ കാണുന്ന കൃപാസന ആൾത്താരെയും അച്ഛനെ ആയിരിക്കും രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ. ചിലരടുത്ത് ചെല്ലുമ്പോൾ മാതാവ് അടുത്തുള്ളതായിട്ട് തോന്നും, ചിലരടുത്ത് ചെല്ലുമ്പോൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്കുള്ള വീടുകളിൽ മിക്കവാറും എനിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും തോന്നുക. ഒന്നുകിൽ അവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ കൂടെ വലിയ ഇതുണ്ടാകാത്തതുകൊണ്ട് അങ്ങനെ എന്തോ ആയിരിക്കാം. പക്ഷേ എന്നിട്ട് ചിലപ്പോഴും പോകും, ചിലപ്പോഴും പോകാറില്ല. അങ്ങനെയുള്ള വീടുകളിൽ അധികം ഒഴിവാക്കാറാണ് പതിവ്. ഇതാണ്. പിന്നെ മാതാവിനെ ഞാൻ പല സ്ഥലങ്ങളിലും വച്ച് പല രീതിയിലും പല വേഷത്തിലും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കഴയുടെ ചായകളുടെ സൈഡിൽ വെച്ച് തന്നെ ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു മാതാവാന്ന്. ഒരു 12 വയസ്സിൽ തുടങ്ങിയ ഒരു സ്മോക്കിങ്, ആ സംഭവം ഇവിടുന്ന് ഇറങ്ങിയപ്പം തന്നെ അത് മാറിക്കിട്ടി. ഇന്ന് വരെ ആ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഡ്രിങ്ക്സ് അങ്ങനെ ഉപയോഗിക്കാറുണ്ടായില്ല. അതൊരു ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 84 കറക്റ്റ് 84 ഞാൻ ആ കള്ളുകൂടി നിർത്തുന്നത്. അത് ഒരൊറ്റ ബ്രേക്കായിരുന്നു, അത് നിന്നുപോയി. പക്ഷേ സിഗരറ്റ് വലി മാത്രം എന്നിൽ നിന്നും വിട്ടു മാറുന്നുണ്ടായില്ല. ആ മാതാവും അത് മാറ്റി തന്നു. എൻ്റെ മാതാവ് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരൊറ്റ വിശ്വാസമാണ്. എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 2000 രൂപയുടെ പത്രം എങ്ങനെയായാലും ഞാൻ എടുക്കും, ഏറ്റവും ചുരുങ്ങിയത്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലെത്തത്തുള്ളൂ. അന്ന് ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ആയിരിക്കും നിൽക്കുക. ഞാൻ പറയും, മാതാവേ ഇന്ന് തന്നെ ഈ പത്രം എനിക്ക് കൊടുത്തു തീർക്കണേ പറഞ്ഞു. ഇവിടുന്ന് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ വണ്ടി ഓടി എത്തണം, പറവൂർ എത്തണം, വേണ്ട 100 കിലോമീറ്റർ കൂടുതലുണ്ട്. പിന്നെ ഇതെല്ലാ വീടുകളിലും കൊണ്ട് എത്തിക്കുകയും വേണം. പിന്നെന്താ പറയുക, എൻ്റെ അടുത്തൊരു പഴയ ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബൈക്ക് ഒരു ദിവസം വഴിയിൽ ഇവിടെ വന്നതിന് ശേഷം വരുന്നുണ്ട്, വക്കിയൊന്ന് കേടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു വണ്ടി വേണമല്ല, ഈ വണ്ടി കൊണ്ട് എത്ര ആൾ ഓടും, പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് EMI വണ്ടി കിട്ടത്തുമില്ല. എന്നുവെച്ചാൽ ഏജ് അധികം ആയതുകൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടാൻ വഴിയില്ല. അങ്ങനെ എന്തു പറ്റുന്ന ഒരു ദിവസം വെറുതെ ഒന്ന് കടയിൽ ചെന്ന് ട്രൈ ചെയ്തു. അവരില്ല കുഴപ്പമില്ല വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് ആ കടക്കാരൻ പറഞ്ഞെങ്കിലും നമുക്ക് EMI കടക്കാരൻ ഇവർ സമ്മതിക്കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞ്, ഒരാൾ പറഞ്ഞ് വണ്ടി തരാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഏജ് ചോദിച്ചപ്പോഴും പറഞ്ഞ് പറ്റത്തില്ല, ഇത് ഏജ് ഓവറാണ്, അവിടെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറഞ്ഞ് വേറെ ആളിനെ വിളിക്കാമെന്ന് പറഞ്ഞു. വേറെ ആളിനെ വിളിച്ചു. അതിനുശേഷം ആൾ വന്നിട്ട് വണ്ടി എടുത്ത് പറഞ്ഞു കുഴപ്പമില്ല വണ്ടി തരാമെന്ന് പറഞ്ഞു. വണ്ടി ആൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു, ബുള്ളറ്റ്. ആ വണ്ടി ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊണ്ട് അച്ഛനെ കാണാനൊന്നും പറ്റില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് താക്കോൽ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. മാതാവ് എനിക്ക് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ആ വണ്ടി കൈ കിട്ടിയിട്ട് 2 വർഷമായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക. അതുമല്ല
ഞാൻ കുമ്പസാരവും പള്ളിയും എല്ലാം ഉപേക്ഷിച്ച് പോയത് ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കൊന്നും ശരിക്കറിയത്തില്ല. ഒരു 40 വർഷത്തിൽ കൂടുതലായി ഞാൻ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ കുമ്പസാരിക്കുകയോ ചെയ്തിട്ട്. കുർബാന പോലും സ്വീകരിക്കില്ലായിരുന്നു. എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വെളിനാട്ടിലായിരുന്നു, ഡൽഹിയിലായിരുന്നു. പല ജോലി തിരക്കിലാകാം, അല്ലെങ്കിൽ മറ്റെന്തോ എങ്ങനെയോ സംഭവം എൻ്റെ കൈവിട്ടുപോയി. അമ്മ മാതാവിനെ ഈശോയും എൻ്റെ കൈവിട്ടുപോയി. ഞാനിവിടെ വന്നതിൽ പിന്നെയാണ് എനിക്ക് ഇത് മൊത്തം എൻ്റെ കയ്യിൽ വന്നെത്തുന്നത്. ഈശോ വരുന്നതും അമ്മ മാതാവിനെയായാലും കുർബാന എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, എല്ലാ ദിവസവും കുമ്പസാരിക്കുക. എല്ലാ ദിവസമല്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം പോവും. കുമ്പസാരമൊക്കെ കഴിച്ചിട്ടാണ് വരിക. ബൈബിള് ഒരു അരമണിക്കൂർ എങ്ങനെയായാലും ചുരുങ്ങിയത് വായിച്ചിരിക്കും. ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ സമയം കിട്ടുമ്പോഴേ അത് കൂടാറുള്ളൂ. കാര്യം ജോലി സ്ഥലത്ത് ഡെയിലി ബ്രെഡ് കേൾക്കാൻ പറ്റും. രണ്ട് ടൈമിംഗ് ആണ്. 5:30 എഴുന്നേക്കണം ഒന്ന്. എന്നാലും സമയം കിട്ടുമ്പം ഡെയിലി ബ്രെഡ് കൂടാറില്ലെന്നല്ല, കൂടാറുണ്ട്. എല്ലാ ദിവസവും ചിലപ്പോൾ പറ്റാതെ വരും. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരവും എല്ലാ പ്രാർത്ഥനകളും കൂടാറുണ്ട്. കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു കുടുംബത്തിൽ അവർ ഉടമ്പടിക്ക് എന്നുള്ളൊരു ജീവിതമായി. ഭാര്യയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്. പുള്ളിക്കാരിക്ക് ഇത്രയും ദൂരം കൂടി നിന്ന് വരാൻ പറ്റത്തില്ല. ശരിക്കും ഒരു ഉടമ്പടി ജീവിതം എന്ന പോലെയാണ് ഇപ്പം ജീവിതം പോകുന്നത് തന്നെ. എൻ്റെ അമ്മ മാതാവിൻ്റെയും എൻ്റെ ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളത് ഒരു ധൈര്യം. ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. ആരും ഇല്ല, പക്ഷേ എൻ്റെ കൂടെ അമ്മ മാതാവുണ്ട്, എൻ്റെ ഈശോയും കൂടെയുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ജീവിതം പോകുന്നു. ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും പ്രേക്ഷിത പ്രവർത്തനം ഇതോടെ ജീവിച്ച് തീരണമെന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. എല്ലാം എൻ്റെ മാതാവും എൻ്റെ ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറഞ്ഞു. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. ഇതാണ് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി അനുതപിച്ച് സന്തോഷത്തോടെ അനുതാപത്തോടെ പരിശുദ്ധ അമ്മയുടെ ഈശോയിലേക്കും തിരിച്ചു വരാനുള്ള ഒരു വലിയ പദ്ധതിയാണ് കൃപാസനം ഉടമ്പടി. ഉടമ്പടിയിലൂടെ ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ എവറിഡേ ലൈഫിൽ ഒരു പുതിയ ഒരു ഉണർവാണുള്ളത്, ഒരു ഉയർച്ചയാണുള്ളത്. ഈ വഴിയിലൂടെ പോകാത്ത വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന കൃപാസനം അമ്മയാണ്. നമ്മുടെ ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാവാം, രോഗങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം. എന്തു തന്നെ ആയാലും നമ്മളെല്ലാം എപ്പോഴും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ അറിയാത്ത വഴികളിൽ സഞ്ചരിക്കാനും ഇപ്പോൾ പേടിക്കേണ്ട. കൃപാസനം ഉടമ്പടിയിൽ നാം നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ കരം പിടിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ ജീവിതവും പലപ്പോഴും പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. റോമിയോ ലോറൻസിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.